എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നേപ്പാളി ഒരു പരമ്പരാഗത വിവാഹ കർമ്മം നമുക്കിന്ന് കാണുവാൻ സാധിക്കും. വിവാഹത്തിൻ്റെ മുന്നോടിയായി വാദ്യമേളങ്ങളോട് വിവാഹത്തിൻ്റെ തുടക്കം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 7 മണിയായിരിക്കുന്നു. വാദ്യമേളക്കാർ പരമ്പരാഗത വാദ്യമേളങ്ങൾ മുഴക്കിക്കൊണ്ട് വിവാഹ ദിവസം ആരംഭിക്കുന്നു. കുടുംബത്തിലെ മറ്റു പ്രിയപ്പെട്ടവരെല്ലാവരും പ്രഭാതത്തിൽ തന്നെ റെഡിയായി. വെരി ഗുഡ്. വിവാഹ ചെറുക്കൻ്റെ സഹോദരന്മാര് റെഡിയായിരിക്കുന്നു, തയ്യാറായിരിക്കുന്നു. സുഹൃത്തുക്കൾ തയ്യാറായിരിക്കുന്നു. അതേപോലെ വിവാഹ ചെറുക്കൻ്റെ സഹോദരിമാരും തയ്യാറായിരിക്കുന്നു. ബന്ധുമിത്രാദികൾ ഒക്കെ വന്നു. അതേപോലെ തന്നെ ചെറുക്കൻ്റെ മാതാവ് നെറ്റിയിൽ തിലകക്കുറി അണിയിച്ചുകൊണ്ട് പൂജയോടുകൂടെ വിവാഹ കർമ്മത്തിൻ്റെ യാത്ര തുടക്കമാകുന്നു. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ടുള്ള ഒരുക്കങ്ങളാണ് കാണുന്നത്. ചെറുക്കൻ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അതേപോലെ പരമ്പരാഗത രീതിയിലുള്ള മാല സഹോദരി അണിയിക്കുന്നു. അതേപോലെ ഇവരുടെ പരമ്പരാഗതമായിരിക്കുന്ന രീതി ഇന്നും അവർ നിലനിർത്തിക്കൊണ്ടാണ് നേപ്പാളി പ്രധാൻ ഹിന്ദു വിവാഹങ്ങൾ ഇന്നും നടക്കുന്നത്. ചെറുക്കൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അവരുടെ പരമ്പരാഗത രീതിയിലുള്ള പ്രധാൻ വിഭാഗത്തിലെ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രമാണ്. അതേപോലെ കുടുംബത്തിലെ മറ്റംഗങ്ങളെല്ലാം പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ കാണുന്നത്. സഹോദരന്മാർ അതേപോലെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. മാതാവ് രാവിലെ തന്നെ പൂജാകർമ്മങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. കുടുംബത്തിലെ കൊച്ചുകുട്ടികൾ അതേപോലെ മുതിർന്നവർ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് യാത്ര ആരംഭിക്കുന്നു. അതിന് മുമ്പായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. എല്ലാവരും കരങ്ങളിൽ പല ഭക്ഷണപ്പൊതികളെ ഫലങ്ങൾ അതേപോലെ ഇവരുടെ യാത്രയിൽ അപശകനം ഉണ്ടാകാതിരിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെയും അവർ കയ്യിൽ കരുതിയിരിക്കുന്നു. എല്ലാവരും തയ്യാറായിരിക്കുന്നു. സഹോദരിമാരും ബന്ധുമിത്രാദികളും ആദ്യമേ തന്നെ വരനെ ആനയിച്ചുകൊണ്ട് പോകുന്നു. വരൻ തക്ക സമയത്ത് കടന്നു വരാത്തത് കൊണ്ട് വരൻ എവിടെയെന്ന് ഉറക്കെ വിളിക്കുന്ന വരൻ്റെ സഹോദരിയെ നമുക്കിവിടെ കാണാം. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാവരും വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളും അതേപോലെ സഹോദരന്മാരും ബന്ധുമിത്രാദികളും എല്ലാവർക്കും ഓരോ ഭാഗം ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. വരൻ്റെ കാറ് വന്നു കഴിഞ്ഞിരിക്കുന്നു. കാറ് വളരെ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. ആ കാറിന് ചുറ്റുമായി അവർ കയ്യിലിരിക്കുന്ന പൂജാദ്രവ്യങ്ങളും അതേപോലെ മറ്റ് മധുരപലഹാര പൊതികളും അതേപോലെ കയ്യിൽ കരുതിയിരിക്കുന്ന ഇല യാത്ര തുടങ്ങി യാത്ര അവസാനിക്കുന്നതുവരെ അവരത് കയ്യിൽ കരുതും. അത് നല്ല ശകുനത്തിന് കാരണമാണെന്ന് വിശ്വസിക്കുന്നു. അവർ ആ കാറിന് ചുറ്റിലുമായി ഒരു വലം വെക്കുന്നു. 3 തവണ വലം വെച്ചതിന് ശേഷം കല്യാണ ചെറുക്കൻ ആ കാറിലേക്ക് പ്രവേശിക്കുന്നു. വിവാഹത്തിൻ്റെ യാത്ര ആരംഭിച്ച് ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് അല്പം ഇറങ്ങി. ഇപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന വിധം മണലിനാൽ നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വിവാഹ യാത്രയ്ക്കൊപ്പം തന്നെ നമുക്കൊരു ഓഫ് റോഡ് യാത്രയും നമുക്ക് കിട്ടി. വളരെ സന്തോഷം.
മുൻപിൽ നമ്മളുടെ ബന്ധുമിത്രാദികൾ കടന്നു പോകുന്ന വാഹനങ്ങളുണ്ട്. തൊട്ടു പുറകിലായി വാദ്യമേളക്കാരുടെ ഒരു വാഹനം. എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് ബന്ധുമിത്രാദികളുണ്ട്. ദൂരെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വളരെ ദുർഘടമായ പാതയാണ്. വളരെ സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയില്ല. വളരെ പതുക്കെ പോകാൻ കഴിയുള്ളൂ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ്. ഇതിൽ പുലിയൊക്കെ ഉണ്ടെന്ന് കേൾവിപ്പെട്ടിട്ടുണ്ട്. കല്യാണ ചെറുക്കനും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമായി പെണ്ണിൻ്റെ വീടിന് മുമ്പിൽ എത്തിയപ്പോൾ ഒരു ചെറിയൊരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. എല്ലാവരെയും പ്രിയപ്പെട്ടവരെ കൂട്ടി നിർത്തി ഫോട്ടോസ് എടുത്തു. ബന്ധുമിത്രാദികളൊക്കെ വന്ന് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം സഹോദരിമാരുടെ ഊഴം. സഹോദരിമാരെ ഒന്ന് ഫോട്ടോ എടുത്ത് അവർ വളരെ സന്തോഷവാനാണ്. ഈ കാണുന്നതാണ് നമ്മളുടെ കല്യാണ ചെറുക്കൻ പ്രശാന്ത് പ്രധാൻ. പിന്നെ ഞങ്ങൾ വാഹനം റോഡിൽ നിർത്തിയതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ നടന്നു പോകാൻ തയ്യാറെടുക്കുന്നു. അതിനു മുൻപായി ഞങ്ങൾ വളരെ നേരം റോഡിൽ വെയിറ്റ് ചെയ്തു. ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മധുരപലഹാരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെയും പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നുള്ള പ്രിയപ്പെട്ടവർ അവിടെ കൊണ്ടുപോയി ആദ്യം അവരെ കാഴ്ചവെക്കും. അത് അവർ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ചെറുക്കന് അവിടേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുള്ളൂ. ഇവിടുന്ന് ആദ്യം പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. അവരത് സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ ചില പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം വീണ്ടും ഞങ്ങളെ വിളിച്ചു. ഞങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 100 മീറ്റർ അകലെയാണ്. ആ കല്യാണ മണ്ഡപത്തിന് മുൻപായി വാദ്യമേളക്കാരുടെ അകമ്പടിയോടുകൂടി ഞങ്ങൾ എത്തിച്ചേർന്നു. കല്യാണ ചെറുക്കൻ ഇരിക്കുവാനുള്ള പ്രത്യേക ഇരിപ്പിടം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വീടിൻ്റെ വാതിക്കലാണ്. വിവാഹത്തിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ, ഭക്ഷണകാര്യങ്ങൾക്കും മറ്റുമായി. അപ്പോൾ കല്യാണ ചെറുക്കൻ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന കല്യാണ പന്തലിലായിരിക്കുന്നു. തൊട്ട് സൈഡിൽ തന്നെ സഹോദരനും ഒരു കുടയായി നിൽപ്പുണ്ട്. ആ കുട എന്തിനുപയോഗിക്കുന്നു ഞാനത് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്നു. പെൺകുട്ടി കടന്നു വരുവാൻ വേണ്ടി എല്ലാവരും എക്സൈറ്റഡായി തയ്യാറായിരിക്കുന്നു. വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി സഹോദരന്മാരും ബന്ധുമിത്രാദികളും ഗ്രാമത്തിൻ്റെ വാതിക്കൽ പെൺകുട്ടിയുടെ വീടിന് മുമ്പിൽ പെൺകുട്ടി അവിടുന്ന് കടന്നു വരേണ്ടതിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അവിടുന്നും പെൺകുട്ടിയുടെ സഹോദരന്മാരുടെ ബന്ധുമിത്രാദികളും വളരെ അണിഞ്ഞൊരുങ്ങി വളരെ തയ്യാറെടുപ്പോടുകൂടെ സന്തോഷമായി പെൺകുട്ടിയെ ആനയിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പെൺകുട്ടി കടന്നു വന്നു. വളരെ സന്തോഷവതിയാണ്. എൻ്റെ സഹോദരന്മാർ 4 വശത്തും തന്നെ ആനയിച്ചുകൊണ്ട് കടന്നു വന്നു. അതിനുശേഷം പെൺകുട്ടിയും വിവാഹ മണ്ഡപത്തിലേക്ക് കടന്നിരിക്കും. തുടർന്ന് വിവാഹ കാര്യങ്ങൾ ആരംഭിക്കുകയായി. ആ വീട്ടിലെ പെട്ടിക്കുട്ടിയും വളരെ ഭംഗിയുള്ള വസ്ത്രം ധരിച്ച്, പട്ടിക്കുട്ടിയും വളരെ ഭംഗിയായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവനതിലെ ഓടി നടക്കുന്നു. പെൺകുട്ടിയുടെ മൂത്ത സഹോദരനാണ് സൈഡിൽ നിൽക്കുന്നത്. ഒരു പെൺകുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പെൺകുട്ടിയും ചെറുക്കനും രണ്ടുപേരും മണ്ഡപത്തിലേക്ക് കടന്നു വന്നു. വിവാഹകർമ്മത്തിൻ്റെ ആരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മണ്ഡപത്തിന് ചുറ്റുമായി പെൺകുട്ടി വലം വെക്കുന്നു. ഇനി വലം വെച്ചതിന് ശേഷം ആദ്യമായി പാദപൂജ, അതിനുശേഷം മറ്റ് അവരുടെ ട്രഡീഷണലായ മറ്റ് കാര്യങ്ങളൊക്കെയും ചെയ്തതിന് ശേഷം ആദ്യമേ പെൺകുട്ടി ചെറുക്കന് താലി ചാർത്തുന്നത് പോലെ ആദ്യമായി പെൺകുട്ടിയാണ് മാല ചാർത്തുന്നത്. പിന്നീടാണ് ചെറുക്കൻ പെൺകുട്ടിയെ മാല ചാർത്തുന്നതും. ഇത് ഇന്ന് പകൽക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. ഇന്ന് രാത്രി ഏകദേശം 10 മണിയോളം ഇവരുടെ ഈ ചടങ്ങുകൾ ഇവിടെ നിൽക്കും. ഈ മണ്ഡപത്തിൽ നടക്കുന്ന ഈ ചടങ്ങിന് ശേഷം വീണ്ടും ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെയും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റ് ചടങ്ങുകളുണ്ട്. അതിനുശേഷം റിസപ്ഷനുണ്ട്. റിസപ്ഷന് ശേഷം ഇരു ഭവനങ്ങളുടെയും ഡാൻസ് കലാപരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങാണ്. ഇന്ന് ഇവിടുത്തെ വിവാഹ ചടങ്ങിന് ശേഷം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ചെറുക്കന് നിരവധി സമ്മാനങ്ങളും മറ്റുമൊക്കെ നൽകാറുണ്ട്. അതുമൊക്കെയുമായി നമ്മൾ ഏകദേശം വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ രാത്രി എന്തായാലും 12-1 മണിയാകും. കർമ്മിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പെൺകുട്ടിയും കല്യാണ ചെറുക്കനും ആചാരപരമായ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. പെൺകുട്ടിയും പൂജകൾക്ക് ശേഷം മണ്ഡപത്തിലേക്ക് കടന്നിരിക്കുന്നു. കല്യാണ ചെറുക്കൻ്റെ സഹോദരിയും ഒപ്പമുണ്ട്. മറ്റു സഹോദരിമാർ താഴെ നിൽക്കുന്നു. ആൺകുട്ടിയുടെ കഴുത്തിൽ ഓൾറെഡി അവരുടെ ട്രഡീഷണൽ ഒരു മാല ഉണ്ടായിരുന്നു. വീണ്ടും ഒരു മാലയും കൂടി പെൺകുട്ടി എന്നെ ധരിപ്പിക്കുന്നു. പെൺകുട്ടിയുടെ മൂത്ത സഹോദരൻ്റെ മകൻ പുറകിൽ കരിമരുന്ന് പ്രയോഗം നടത്തിക്കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന എല്ലാ ബലൂണുകളും പൊട്ടിച്ചു. ആൺകുട്ടിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല താൻ ഊരി പെൺകുട്ടിയെ ധരിപ്പിച്ചു. എല്ലാവരുടെയും നെറ്റിയിൽ വലിയ പൊട്ടുകൾ കാണാൻ സാധിക്കും. അത് നേപ്പാളി ടിക്ക എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ്. അത് കുങ്കുമത്തിൽ അരി കുഴച്ച് നെറ്റിയിൽ ഒരു തിലകം പോലെ ചാർത്തുന്ന ഒരു ആചാരം നേപ്പാളികളുടെ ഇടയിലുണ്ട്. ഫോട്ടോഗ്രാഫറുടെ നിർദ്ദേശം അനുസരിച്ച് ആൺകുട്ടിയും പെൺകുട്ടിയും, അതായത് വരനും വധുവും പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ ഫോട്ടോഗ്രാഫർമാർക്ക് വലിയ ലൈറ്റിങ്ങോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പെൺകുട്ടി നൽകിയ വാച്ച് വളരെ സന്തോഷപൂർവ്വം ധരിക്കുന്നു. വീണ്ടും ചെറുക്കനെ പെൺകുട്ടി ഒരു സ്വർണ്ണമാലയും കൂടി അണിയിക്കുന്നു. പെൺകുട്ടിക്ക് അധികമായിട്ടൊന്നും നൽകി നമ്മൾ കണ്ടില്ല. പക്ഷേ പെൺകുട്ടിയുടെ വീട്ടിലെ മുറ്റത്ത് വെച്ചായതുകൊണ്ടായിരിക്കും ചെറുക്കന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. വാച്ച് കിട്ടി, പുതിയ മാല കിട്ടി. ചെറുക്കൻ്റെ സഹോദരനാണ് ആ കുടയുമായി നിൽക്കുന്നത്.
കുട കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവർ വരനും വധുവിനും ആശംസ നേർന്നുകൊണ്ട് കയ്യിലിരിക്കുന്ന അരി വാരി അവരെറിയും. അരി വരൻ്റെ മുഖത്തേക്ക് പതിക്കാതിരിക്കാനാണ്. തുടർന്ന് ഞങ്ങളെ ഏവരെയും അവരാദരപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചു. വരന് അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവർ ചെറിയൊരു തടസ്സമുണ്ട്. വധുവിൻ്റെ സഹോദരിമാരും അവിടുത്തെ മറ്റ് പെൺകുട്ടികളും വരൻ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു ഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിലെ മറ്റ് പല വിവാഹങ്ങളിലും കണ്ടതുപോലെ ഇവിടെ ഒരു ഫീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ഫീസ് നൽകാതെ അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞു. 10,000 രൂപയായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. എല്ലാവരും ബാർഗെയിൻ ചെയ്ത് നമ്മളുടെ ഇടയിലുള്ള വലിയ രീതിയാണല്ലോ ബാർഗെയിൻ ചെയ്യുന്നത്, വിലപേശൽ. അവിടെ ഞങ്ങൾ കടന്നുപോയി വിലപേശി 10,000 എന്നുള്ളത് 5,000-ലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും കുറച്ച് 10,000-ൽ നിന്ന് വീണ്ടും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പെൺകുട്ടിയുടെ സഹോദരൻ്റെ മകനാണ്. അതേപോലെ മറ്റ് സഹോദരന്മാരുടെ മക്കളുമൊക്കെയാണ് ആ കൂടി നിൽക്കുന്നത്. വരനകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അത് വളരെ സ്നേഹപൂർവ്വം ഒരു സൗഹൃദപരമായ രീതിയിലുള്ളൊരു യുദ്ധമാണ്. അവർ ഡിമാൻഡ് ചെയ്ത ആ എമൗണ്ടിന് വേണ്ടി അവർ വാശി പിടിക്കുന്നു. അത്രയും തന്നിലേക്ക് അകത്തേക്ക് കടത്തിവിടുകയില്ല എന്ന് വീണ്ടും അവർ ഡിമാൻഡ് ചെയ്ത് 10,000-ൽ നിന്ന് വീണ്ടും കുറയ്ക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. വരൻ്റെ അയൽവാസിയായിരിക്കുന്ന അമ്മാവൻ്റെ കരങ്ങളിലാണ് ഞങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും പൈസ മിക്സ് ചെയ്ത് 100, 200, 500 ഒക്കെയായി 50-ൻ്റെയും നോട്ടുകൾ കൂട്ടിക്കെട്ടി ചെറിയ ചെറിയ നോട്ടുകൾ വെച്ച് അവരുടെ താലത്തിലേക്ക് വെച്ചു. ചെറിയ ചെറിയ നോട്ടുകളായതുകൊണ്ട് 10, 20, 50 നോട്ടുകളായതുകൊണ്ട് അവർക്ക് എണ്ണി തിട്ടപ്പെടുന്നതിന് മുൻപ് ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നിരിക്കുന്നു. ഞങ്ങളുടെ കഴുത്തിൽ വരൻ്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവർ നെറ്റിയിൽ തെളിവക്കൊടി ചാർത്തുകയും അതേപോലെ അവർ പൊന്നാട പോലുള്ളൊരു വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുക. അതാണ് ഖദ എന്ന് പറയുന്നത്, നേപ്പാളി ഖദ എന്ന് പറയും. ആദ്യമേ വരൻ കടന്നുപോയി, മാമൻ കടന്നുപോയി, ഏറ്റ ഇളയ പെങ്ങൾ പ്രിയ കടന്നുപോയി. അത് കഴിഞ്ഞ് പ്രിയങ്ക, അതേപോലെ ഞങ്ങളുടെ ഭാര്യ ഓരോരുത്തരായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം സഹോദരൻ, കസിൻ, വീണ്ടും കസിൻസ്, പിന്നെ വണ്ണമുള്ള സഹോദരി, പിന്നെ ഞാനും. മുഴുവൻ ചുവപ്പുമയമാണ്. നമ്മുടെ പാർട്ടി സമ്മേളനത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ചുവപ്പുമയത്തിലുള്ള ഇടനാഴിയിലൂടെ ഞങ്ങൾക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. വളരെ ഭംഗിയായ രീതിയിൽ അവരുടെ ഇടനാഴികളൊക്കെയും അലങ്കരിച്ചിരിക്കുന്നു. ഇനി ഇവിടെ കുടുംബാംഗങ്ങളുടെയും ചില പൂജാ കാര്യങ്ങളും അതേപോലെ കുടുംബത്തിൻ്റെ ചില കാര്യങ്ങളുമുണ്ട്. കല്യാണ ചെറുക്കൻ രാവിലെ മുതൽ അധികം ക്ഷീണത്തിലായിരുന്നാൽ ആദ്യം വധുവിനെ കൂട്ടാതെ
ഒറ്റയ്ക്ക് വന്ന് കഴിച്ചു. സ്വർണ്ണത്തിൽ പൊതിച്ചിരിക്കുന്ന കുക്കുറി കാണാം. വധു അപ്പുറത്തെ ടേബിളിലിരുന്ന് കഴിക്കുന്നു, വരൻ ഇപ്പുറത്തെ ടേബിളിലിരുന്ന് കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ ഇപ്പോഴും അനുവദിക്കത്തില്ല. ഇനിയും ആചാരങ്ങളും കല്യാണത്തിൻ്റെ ക്രമങ്ങളും പൂർത്തീകരിക്കാനുണ്ട്. കല്യാണം ചേർക്കാൻ വളരെ ആസ്വദിച്ച് മട്ടനും ചോറും കഴിക്കുന്നു. ചോറ് കാണാനില്ല, മട്ടൻ മാത്രമേ ഉള്ളൂ. പുറകിൽ വരൻ്റെ ഭാഗത്തുനിന്ന് വന്ന ബന്ധുമിത്രാദികളും സഹോദരിമാരും ഞങ്ങൾ ഓരോരുത്തരും അല്പാൽപമായി കഴിച്ചു. രാവിലെ വന്ന ഉടനെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. കേരളത്തിൽ നമുക്ക് പലയിടത്തും കാണാൻ കഴിയാത്ത പോലെ ഇവിടെ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ മട്ടനും നമുക്ക് കിട്ടും. തുടർന്ന് റിസപ്ഷൻ നടക്കുന്ന പന്തലിലേക്ക് കടന്നു വന്നു. വരൻ്റെ പിതാവ് ഏറ്റവും മുൻഭാഗത്തായിരിക്കുന്നു. വരൻ, വധുവും വരൻ്റെ സഹോദരിയും വധുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും മുൻഭാഗത്തുള്ള സിംഹാസനം പോലുള്ള ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. മറ്റ് വരൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വന്ന ബന്ധുമിത്രാദികളും സഹോദരങ്ങളും ഞങ്ങളും ഇരിപ്പുറപ്പിച്ചു. ഇവിടെ വരൻ്റെയും വധുവിൻ്റെയും കാലുകളൊക്കെയും കഴുകി പൂജ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യമായി കുടുംബാംഗങ്ങൾ പൂജ ചെയ്യുകയും അതുപോലെ കാലുകൾ കഴുകുന്നതും കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അവർ എറിയുന്നത് അരിയാണ്. അരി കൊണ്ടുള്ള പൂജയാണ് മെയിൻ. അതിനുശേഷം നെറ്റിയിൽ പൊട്ടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നേപ്പാളികളുടെ ആചാരത്തിലുള്ള ടിക്ക എന്ന് പറയുന്ന സാധനം. അത് അരിയും കുങ്കുമവും കൊണ്ട് കുഴച്ചതാണ്. നെറ്റിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അവരുടെ വസ്ത്രത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ളൊരു ടവലും വിരിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുന്നവർക്ക് കോഫിയും കാര്യങ്ങളൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കോഫി കഴിച്ചു. ഇനിയും റിസപ്ഷൻ കാര്യത്തിന് ശേഷം ഇവിടെ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് അവരുടെ സമാജിൻ്റെ, അതായത് അവരുടെ സമുദായത്തിൻ്റെ പിരിവും കാര്യങ്ങളൊക്കെയാണ്. തുടർന്ന് പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെയും രണ്ട് ഭവനത്തിൽ നിന്നുള്ള ആളുകളുടെ ഡാൻസ് കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ പ്രിയ വളരെ ഭംഗിയായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുട്ടികളും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ദീർഘനേരം ഞങ്ങളിവിടെ ഡാൻസ് ചെയ്യുകയും ഡാൻസ് കഴിഞ്ഞതിന് ശേഷം സമയമാകുമ്പോൾ ഇവർക്കും സമയം കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ട്. ആ സമയമാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നില്ല, വീട്ടിലേക്ക് മടങ്ങിപ്പോകും. പോകുന്ന വഴിയിൽ റോഡിൽ ഏതോ ഒരു അമ്പലമുണ്ട്, അവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഭവനത്തിൽ ചെല്ലുമ്പോൾ ദീർഘസമയമാകുമെന്ന് വിശ്വസിക്കുന്നതല്ല വിചാരിക്കുന്നു. കുട്ടികൾ വളരെ നന്നായി ഡാൻസ് ചെയ്യുന്നു. പെൺകുട്ടിയെ വീണ്ടും വീട്ടിൽ നിന്ന് യാത്ര അയക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വീണ്ടും അതിനാൽ കുറി തൊട്ട് ചില പൂജ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞതിന് ശേഷം മധുരമൊക്കെയും കൊടുത്ത് പെൺകുട്ടിയെ ഇവിടുന്ന് യാത്ര അയക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടുന്ന് പെൺകുട്ടിയെ യാത്ര അയക്കുമ്പം കാണാം, മൂത്ത സഹോദരൻ പെൺകുട്ടിയെ ചുമലിലേറ്റിക്കൊണ്ട്, പെൺകുട്ടി ആൺകുട്ടിയെയും കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരും സഹോദരന്മാർ ചുമലിലേറ്റിക്കൊണ്ട് ആണ് വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. വധുവും വരനും അത്രയ്ക്കധികം വണ്ണമില്ലാത്തവരായതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയും അവർ ഉയർത്താൻ പോവുകയാണ്. മൂത്ത സഹോദരൻ പെൺകുട്ടിയെ ഉയർത്തുന്നു. പാവം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും പാവം എടുത്തു. വളരെ ദൂരെയാണ് കാറ് കിടക്കുന്നത്, അവിടെ വരെ പോകേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്നവർ പെട്ടെന്ന് വഴി മാറി കൊടുക്കണം, പാവപ്പെട്ടവൻ്റെ ശ്വാസം മുട്ടും. പുറകെ ഞങ്ങളുടെ വരൻ പ്രശാന്തിനെയും എടുത്തുകൊണ്ട് വരുന്നു. എല്ലാവരും ഒന്ന് വഴി മാറി കൊടുക്കണം. ഒരു കൈ സഹായത്തിന് ഒരു ആരും ഇല്ലാതെ വാദ്യമേളക്കാർ ആദ്യം പോട്ടെ, വാദ്യമേളം മുഴങ്ങട്ടെ. പെൺകുട്ടിയുമായി സഹോദരൻ വാഹനത്തിനടുത്തേക്ക് പോകുന്നു. താലത്തിൽ
താലപ്പൊലി ഏന്തിയ വനിതകൾ സഹോദരിമാർ പുറകെ പോന്നു. വരനെയും വധുവിനെയും ഒരുമിച്ച് രണ്ടുപേര് ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. വാഹനം കിടക്കുന്ന ഒരുപാട് ദൂരെയാണ്. ഡ്രൈവറിനോട് പറഞ്ഞ് അല്പം കൂടി അടുത്ത് കൊണ്ടിടാമായിരുന്നു. പ്രിയപ്പെട്ടവരുടെ ഭാരം കണ്ടാണ് അവർ ഇത്രയും നേരം എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ഓർത്താണ് കാർ കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചത്. മുമ്പിൽ കടന്നു പോകുന്ന ക്യാമറമാൻ ശല്യപ്പെടുത്തുന്നു. ക്യാമറമാൻ അല്പം മാറി നിന്നിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് വെളിയിലേക്ക് കൊണ്ടുപോയിരുന്നു. കാണുന്നത് പോലല്ല, ആൺകുട്ടി നല്ല ഭാരമുണ്ട്. എല്ലാവരും നൃത്തം ചെയ്തും പാട്ടുപാടിയും ആൺകുട്ടിയെയും കാറിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. വധുവിനെയും കാറിൻ്റെ അടുക്കലേക്ക് എത്തിച്ചിരിക്കുന്നു. കാറിൻ്റെ അകത്ത് വരെ കൊണ്ടിരുത്തണം. അപ്പോൾ നമ്മൾ കാറിനെ വീണ്ടും രാവിലെ വരനും വധുവും കാറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില പൂജകളും ക്രിയകളും ഒക്കെ ചെയ്ത് കാറിലേക്ക് കയറിയതുപോലെ വീണ്ടും തിരികെ പോകുന്നതിന് മുമ്പും വീണ്ടും കാറിന് ചുറ്റും കാറിനെ വലം വെച്ച് അരിയെറിഞ്ഞ് വാദ്യമേളം മുഴക്കി വീണ്ടും ഒരു 2 റൗണ്ട് കാറിനെ ചുറ്റി വീണ്ടും കാറിലേക്ക് പ്രവേശിക്കുന്നു വിശ്വസിക്കുന്നു. പാവപ്പെട്ടവൻ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് തളർന്നു. ചെറുക്കനെ എടുത്തുകൊണ്ട് വന്ന ആളും രണ്ടുപേരും നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. ഡ്രൈവർ അവിടെ പോയി ഡോറ് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ അകത്തേക്ക് കയറാമായിരുന്നു. മൂത്ത നാത്തൂൻ കെട്ടിപ്പിടിച്ച് കരയുന്നു. നാത്തൂൻ പരിപാടി അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പെൺകുട്ടിയെ യാത്ര അയക്കുന്നു. സോറി, നാത്തൂനല്ല, ചേട്ടത്തി. വാദ്യമേളക്കാർ ഏകദേശം രാവിലെ 7 മണി മുതൽ രാത്രി ഏകദേശം 10:30 സമയം കഴിഞ്ഞു. ഇതുവരെയും അവർ തുടർമാനമായി വാദ്യമേളം മുഴക്കിക്കൊണ്ടിരുന്നു. നല്ല പ്രായമുള്ള ആളുകളാണ് എല്ലാവരും. 80 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. 50-60 വയസ്സുള്ളവർ. വധുവിൻ്റെ വീട്ടുകാർ വധുവിനെ കരഞ്ഞുകൊണ്ട് യാത്ര അയക്കുന്നു. आयो वे छोड़ दे वे छोड़ना भाई ताओ ना थोड़ा होता है ना भीतरे घुसाओ ना, भीतरे घुसाओ, एक साइड में घुसाओ ना, सेंटर है। गाड़ी का ये दूरी है बड़ा फेंक रहा है नाची को बंद यार No, no, sale.
Đây này. Luôn nung đây nè, tôi cảm ơn nung đây nè. अब जानै पर्ने छ വധുവിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ ചെറുപ്രായം തൊട്ട് താൻ അമ്മയെ പോലെ സ്നേഹിച്ച തൻ്റെ അപ്പച്ചി വിവാഹം ചെയ്ത് പത്രവേദിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ദുഃഖം സഹിക്കാൻ മേലാതെ ആ പയ്യൻ പൊട്ടിക്കരയുന്ന കാണാം. അവൻ്റെ ചെറുപ്രായം തൊട്ട് ഈ പ്രായം വരെയും പ്രിയ സഹോദരി നോക്കി അവൻ വാവിട്ട് കരയുന്നു. മാതൃതുല്യമായ ഒരു സ്നേഹത്തിലായിരുന്നത് സ്വന്തം മാതാവിനെ പോലെ ചെറുപ്രായം മുതൽ നോക്കി. കരച്ചിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാമായിരുന്നു. നീ ദീർഘദൂരം വാഹനം ഓടിച്ച് പോകേണ്ടതായിട്ടുണ്ട്. തൊട്ടടുത്ത അയൽവാസിയായിരിക്കുന്ന ഒരു മാതാവ് പെൺകുട്ടിയുടെ ഗുണങ്ങളെപ്പറ്റിയും അതുപോലെ ചെറുപ്രായം തൊട്ട് എങ്ങനെയാണ് ജീവിച്ചതിനെ പറ്റിയും വിശാലമായ രീതിയിൽ ഞങ്ങളോട് വീണ്ടും വിവരിക്കുന്നു. രാത്രി ഇത്രയും നേരമായി, അധികം സമയം കളയാതെ ഞങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു. പ്രിയ മാതാവ് ഉപദേശിച്ചു. കാറ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നു. ഞങ്ങളെല്ലാം വളരെ ക്ഷീണിതരാണ്. പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും അതേപോലെ മറ്റുള്ള കാര്യങ്ങളും പെട്ടികളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ കൊണ്ടുവച്ചു. हाम्रो प्रशान्त दादाको विवाह थियो। विवाह भइरहेको बेहुलीलाई लिएर जाँदैछौँ। बेहुली रोइरहेको छ हेर्नुहोस्। र त्यही कारण यसलाई भनेको मैले, यसलाई भनेको अब यसको पनि केही समय मात्र भन्नेले झन् छिटो जान्छ। हेर्नु अहिले हेर्ने गरौँ न होइन। വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെ ഞങ്ങൾ തിരികെ യാത്രയാകുന്നു. ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ച പോലെ ഞങ്ങൾ വീണ്ടും തിരിച്ച് യാത്രയാകുന്നു. വിവാഹ മണ്ഡപത്തിൻ്റെ മുമ്പിൽ നിന്ന് ചില ചിത്രങ്ങൾ, അതേപോലെ ഭക്ഷണശാലയിലെ ചില ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇതോടുകൂടി വിവാഹ കർമ്മങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോകുന്നു. വിവാഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പകർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ചില പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരുടെ ഫോട്ടോസും ചൂടെ ചേർത്തിരിക്കുന്നു. നേപ്പാളി പ്രധാന ആളുകളുടെ വസ്ത്രധാരണങ്ങളും അവരുടെ വിവാഹത്തിൻ്റെ ചെറിയ കാര്യങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. തുടർന്നും ഇപ്രകാരമുള്ള വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം.